ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ ആരും കണ്ടില്ല. പിന്നെ ഇവിടെ തന്നെ കാണുമെന്ന് തോന്നി. ഉമ്മർ എവിടെ? പോയി. എവിടേക്ക്? ബാലൻ, ഐ എം സോറി. ആ ഫോട്ടോസ് എനിക്ക് വേണ്ടി ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. താങ്ക് യു. അമ്മയച്ഛനും മാത്രമല്ല, ഞാനും സർപ്രൈസ്ഡായി. നിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, എനിക്കും ഇന്നത്തെ ദിവസം സ്പെഷ്യലാ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബാലൻ കെ നായർ. ഈ ഭൂലോകത്ത് ഞാൻ ഒറ്റക്കാണെന്നുള്ള തിരിച്ചറിവായിരുന്നു ഈ ദിവസം. സ്വന്തം വീട്ടുകാരോ വിളിച്ചില്ല. സാധാരണ ഉമ്മറെങ്കിലും കാണും. ഞാനില്ലേ? എത്ര കാലം? ഹൗ മെനി ഡേയ്സ്? നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കും തിരക്കാവില്ലേ? കുറച്ച് കാലം നമ്മളെല്ലാവരും ഒന്നിച്ചെത്തി ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവരവരുടെ വഴിക്ക് പോകും. ദാറ്റ്സ് ലൈഫ്. എൻഡ് ഓഫ് ദി ഡേ യു ആർ alone. ബാലൻ, you've had a little too much to drink. വീട്ടിൽ പോവാം. വാ, ഞാൻ കൊണ്ടാക്കാം. അവനല്ലേ രാഹുൽ? എപ്പോഴെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിന്റെ ഇഷ്ടങ്ങൾ, പാഷൻസ് എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എല്ലാവരെയും പോലെ നീയും സെക്യൂർ ആയ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ലൈക്ക് യു സെഡ്, പെൺപിള്ളേർക്ക് വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. ഡു യു നോ രാഹുലിനെ പോലെ അവൻ എനിക്ക് എന്ത് ഈസിയാണെന്ന്? എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ വേണമെങ്കിലും അച്ഛൻ്റെ ഒപ്പം ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ലൂസറായി. But I am original. നീ അന്ന് പറഞ്ഞില്ലേ നിന്റെ പേരൻസിനെ പോലത്തെ പൈങ്കിളി പ്രേമം ഇന്നത്തെ കാലത്തില്ലെന്ന്? പ്രേമം അന്നും എന്നും പൈങ്കിളിയാ ശീല. നിന്റെ ഉള്ളിൽ റൊമാൻറ്റിക് ഉള്ളതുകൊണ്ട് നീ അതുപോലത്തെ ഒരു ഗിഫ്റ്റ് നിന്റെ പേരൻസിനോട് നീ അവരോട് ചോദിച്ചോ. ഇതുപോലത്തെ കാറ്റത്ത് ആ പഴയ സ്കൂട്ടറിൽ ചേർന്നിരുന്ന് പോകുമ്പോൾ സുഖം രാഹുലിന്റെ സ്പോർട്സ് കാറിലിരുന്നാൽ കിട്ടുമോ? രാഹുൽ, അവന്റെ പേര് തന്നെ ഒരു ക്ലീശയാ. എല്ലാ ഹിന്ദി സിനിമയിലും ഷാറുഖ് ഖാന്റെ പേര് അത് തന്നെ. ക്ലൈമാക്സിൽ നായിക രാഹുലിനോട് പോവുകയും ചെയ്യും. ഇന്ന് വരെ ഒരു നായികയും ബാലൻ കെ നായരോട് പോയിട്ടില്ല. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ആ പഴയ സ്കൂട്ടറുമായി നിന്റെ വീടിന് മുന്നിൽ ഞാനുണ്ടാവും. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഒറിജിനൽ ആവണമെങ്കിൽ വില്ലന്റെ കൂടെ വരാം. ഈ ബാലൻ കെ നായരുടെ കൂടെ വരാം.